സദസ്സിന് നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ നന്മയ്ക്കുള്ള പ്രതിഫലം. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരമ്മയും രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു. മൂത്ത മകളുടെ പേര് റിയ, രണ്ടാമത്തെ മകളുടെ പേര് സേറ. അവർ നല്ല ധനികരായിരുന്നു. അവർക്ക് എല്ലാത്തിനും നല്ല സഹായങ്ങളുണ്ടായിരുന്നു. പക്ഷെ റിയ ഭയങ്കര അഹങ്കാരിയായിരുന്നു. അമ്മ പറഞ്ഞാലൊന്നും കേൾക്കില്ല. സേറ നല്ല കുട്ടിയായിരുന്നു. അമ്മ പറഞ്ഞാലൊക്കെ കേൾക്കും. ഒരു ദിവസം നല്ല മഴത്തിൽ പാവപ്പെട്ട അപ്പൻ നനഞ്ഞു ധരിച്ചു വന്നു. അപ്പോൾ റിയ പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു. ഈ ശബ്ദം കേട്ട് സേറ പുറത്തേക്ക് ഇറങ്ങി വന്നു. സേറയ്ക്ക് അപ്പനെ കണ്ട് പാവം തോന്നി. സേറ മുത്തശ്ശനകത്തേക്ക് കയറ്റി ഭക്ഷണം കൊടുത്തു. അപ്പോഴേക്ക് സമയം 7 കഴിഞ്ഞു. നല്ല മഴയും ഉണ്ടായിരുന്നു. മുത്തശ്ശൻ ചോദിച്ചു, മകളെ ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. സേറ പറഞ്ഞു, ഞാൻ അമ്മയുടെ പോയി അനുവാദം ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. സേറ അമ്മയുടെ പോയി അനുവാദം ചോദിച്ചു. അമ്മ ഇന്നൊരു ദിവസം ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. സേറ മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇന്നൊരു ദിവസം ഇവിടെ കിടന്നോളാൻ വന്നു. പിറ്റേന്ന് രാവിലെ റിയയുടെ ശബ്ദം കേട്ട് സേറ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ ചേച്ചി, എന്താ ഈ കിഴവന്റെ പുതപ്പെടുത്ത് കളയെ, എന്ത് നാറ്റമാ എന്ന് റിയ പറഞ്ഞു. സേറ പുതപ്പെടുത്ത് ആലോചിച്ചു. അയ്യോ പാവ അപ്പൻ, കീറിയ പുതപ്പ്. ഈ പുതപ്പ് അന്വേഷിച്ച് അപ്പൻ വരുമല്ലോ. അപ്പൊ ഈ കീറിയ പുതപ്പ് മാറ്റി നല്ല പുതപ്പ് കൊടുക്കാം എന്ന് സേറ വിചാരിച്ചു. സേറ മടക്കാൻ വേണ്ടി പുതപ്പ് കുടഞ്ഞപ്പോൾ ഒരു സ്വർണ്ണ നാണയം വന്നു വീണു. അത് റിയ കൈക്കലാക്കി. വീണ്ടും കുറഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്വർണ്ണ നാണയം വീണു. അതും റിയ കൈക്കലാക്കി. ഇനി പറഞ്ഞു, ഞാൻ കൊടയാണിങ്ങിതാ. സെറേറയിൽ അറപ്പോടെ റിയ വാങ്ങിച്ചു കൊടുന്നു. ഒരു സ്വർണ്ണ നാണയം വന്നു വീണില്ല. വീണ്ടും കുറഞ്ഞു, ഒരു സ്വർണ്ണ നാണയം വന്നു വീണില്ല. വീണ്ടും സെറേറയെ കൊടുത്തു. സേറ ഒന്നുകൂടെ കുറഞ്ഞപ്പോൾ ഒരു സ്വർണ്ണ നാണയം കൂടെ വന്നു. അപ്പൊ മോളിൽ നിന്ന് ശബ്ദം എന്താണെന്ന് അറിയണ്ടേ? മകളെ, നീ ചെയ്ത നന്മയ്ക്കുള്ള പ്രതിഫലമാണ് മകളെ, നിനക്ക് കേട്ടിരിക്കണം. കൂട്ടുകാരെ, നിങ്ങളും നന്മ ചെയ്താൽ നിങ്ങൾക്ക് നന്മയ്ക്കുള്ള പ്രതിഫലം കിട്ടും. നന്ദി.